you all to Entry App. I am Kavya. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ കുറിച്ചാണ്. നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേണിംഗ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഈ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എന്തെല്ലാം പദ്ധതികളാണ് ഇതിന്റെ പുറകിൽ വരുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി വികസിപ്പിച്ച പ്രധാന ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾ. ഒന്നാമത്തത്, നമുക്ക് ഇവിടെ 2005 വരെയുള്ള പ്രോഗ്രാംസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഞങ്ങളിവിടെ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് മലയാളത്തിലുള്ളതാണ്. നമുക്കറിയാം മലയാളത്തിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ മലയാളത്തിൽ തന്നെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മള് ഇതൊരു കഥ പോലെ ആയിരിക്കും പഠിക്കുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പം 1978 ആദ്യമായിട്ടുള്ള പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് രൂപീകരിക്കുന്നത്. അപ്പൊ അത് ഏതായിരുന്നു പ്രോഗ്രാം? സംയോജിത ഗ്രാമീണ വികസന പരിപാടി അഥവാ IRDP എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ ഇത് ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? ഗ്രാമ വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്. ഗ്രാമീണ മേഖലയില് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള സുസ്ഥിര അവസരങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള തിരിച്ചറിയപ്പെട്ട ടാർഗറ്റഡ് ഗ്രൂപ്പുകളുടെ കുടുംബങ്ങളെ ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ നിങ്ങൾ വിഭാവനം ചെയ്യുക. നമുക്കിത് പഠിക്കാനായിട്ട് ഈ ഒരു തന്ത്രം മാത്രമേ ഉള്ളൂ. നിങ്ങള് ജസ്റ്റ് ഒന്ന് ഇമാജിനേറ്റ് ചെയ്യുക. അതായത് ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തില് എന്തുണ്ട്, ഒരുപാട് വ്യക്തികൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ത് വേണം? ജോലി ആവശ്യമാണ്, അല്ലെ? ജോലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും ജോലി പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് IRDP. ഒരു ഗ്രാമമാണ്, ആ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക? തൊഴില് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് IRDP എന്ന് പറയുന്നത്. 1978 അത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചു, ഒരു ഗ്രാമം നമ്മൾ ഇമാജിനേഷൻ ചെയ്യുന്നു, ആ ഗ്രാമത്തിനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് പഠിക്കുക, എന്നാൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിനിൽ അത് ഉറച്ചു നിൽക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ജോലി വേണം. ആ ജോലി എന്ന് പറയുമ്പോൾ ബേസിക്കലി ആ ജോലി കൊടുക്കുന്ന പദ്ധതിയാണ് IRDP. ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. ഇനി ജോലി മാത്രം മതിയോ? പോരാ, അല്ലെ? ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താവശ്യമാണ്? താമസിക്കണം, അല്ലെ? ആ വർഷങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ ഡാറ്റകളെ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ആ ഓർഡറുകളെ നമുക്കൊന്ന് അസിമുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പദ്ധതി കാണുമ്പോൾ ഇന്നതാണെന്നൊന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് എന്താ? അപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞു. ജോലി കിട്ടിക്കഴിഞ്ഞ ശേഷം അടുത്ത ബേസിക്സ് എന്താ? താമസം വേണം. അപ്പൊ താമസത്തിനുള്ള പദ്ധതിയാണ് ഏതു പദ്ധതി? പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന. ഗ്രാമപ്രദേശങ്ങളില് 13 ലക്ഷം ഭവന യൂണിറ്റുകൾ നൽകുന്നതിനോടൊപ്പം എല്ലാവർക്കും പാർപ്പിട യൂണിറ്റുകൾ സൃഷ്ടിക്കുക. ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ വായ്പ നൽകണം. ആവശ്യാനുസരണം തൊഴിൽ നൽകുന്നതിലൂടെയും എല്ലാ വർഷവും പ്രത്യേക ഗ്യാരണ്ടീസ് വേതനത്തിലൂടെയും കുടുംബങ്ങൾക്ക് കൂലി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ഒരു ഗ്രാമം നമ്മൾ ഓർത്തു. അത് ഏത് വർഷം? 1978 വന്നത്. ഇപ്പം തന്നെ വീഡിയോടൊപ്പം തന്നെ പഠിച്ചു പോകുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. 78 എല്ലാവർക്കും അവിടെ എന്തായി? ജോലി കിട്ടിയില്ലേ? ആ ജോലി വിഭാവനം ചെയ്യാനായി കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു IRDP പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത്, അപ്പൊ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു. അടുത്തത് എന്താ? നമുക്ക് വീട് വേണം, അല്ലെ? അപ്പൊ വീടിനായിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന എന്ന് പറയുന്നത്. അതായത് ആ ഗ്രാമത്തിലുള്ള ആ ഗ്രാമം തന്നെയാണ് 13 ലക്ഷം ഭവന യൂണിറ്റുകൾ, ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു ഗ്രാമാന്ന് വിചാരിക്കുക. അവിടെ എന്താണ്? 13 ലക്ഷം ഭവന യൂണിറ്റുകള് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലക്ഷ്യം. വീടായി കഴിഞ്ഞു, അല്ലെ? നമ്മളൊരു വീട്ടിലേക്ക് പോവാണേ. നമ്മളിനി ഒരു വീട്ടിലേക്ക് പോവാ. ഇതാണ് നമ്മുടെ വീട്. ഈ വീട്ടില് ഒരു അമ്മയുണ്ട്, ഒരു അച്ഛനുണ്ട്, അതായത് ഒരു ഭാര്യ ഭർത്താവുണ്ട്, മകളുണ്ട്, അതുപോലെ തന്നെ ഒരു മുത്തശ്ശിയുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു മുത്തശ്ശനും ഉണ്ട്. ഇത്രയും പേരുണ്ട് ഈ ഒരു വീട്ടില്. ഇതില് മുത്തശ്ശിക്ക് എന്തുണ്ട്? പെൻഷൻ ഉണ്ട്. ഒരു വീടാണ്. ഈ വീട്ടില് എന്തുണ്ട്? മുത്തശ്ശിക്ക് പെൻഷൻ ഉണ്ട്. ആ പെൻഷന്റെ പേരാണ്
ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ. അപ്പൊ ഓർക്ക് ആദ്യം നമ്മളൊരു ഗ്രാമം ഓർത്തു. ഗ്രാമം 1978 ആണ് ഉണ്ടായത്, അങ്ങനെയൊക്കെ ഓർക്കുക. അപ്പൊ അവിടെ ഉള്ളവർക്ക് ജോലി വേണം, അപ്പൊ ജോലി സെറ്റായി. അടുത്തതിന് എന്താ, ജോലി മാത്രം മതിയോ? പോരാ, അവർക്ക് എന്തോ ആവശ്യമാണ്, താമസിക്കാൻ ഭവനം ആവശ്യമാണ് അല്ലെ. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്യുന്ന പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന. ഏത് വർഷം? 1985 അല്ലെ. അവിടുന്ന് നല്ല രീതിയിൽ എല്ലാവർക്കും വീടൊക്കെ കിട്ടി, എല്ലാരും 10 വർഷം സന്തോഷമായിട്ട് ജീവിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു കാര്യം അറിയുന്നത്. അതായത് ഈ മുത്തശ്ശി ഉണ്ടല്ലോ, ഒരു വീട്, ആ വീട്ടിൽ, ആ ഗ്രാമത്തിലുള്ള വീടാണ്, മുത്തശ്ശിക്ക് പെൻഷൻ ഉണ്ട്. ഏത് പെൻഷൻ? ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ആണ്. അത് എന്താണ്? അതായത് മുത്തശ്ശിക്ക് ഒന്നെങ്കിൽ 60 അല്ലെങ്കിൽ 79 വയസ്സിന്റെ ഉള്ളിലാണെന്ന് വിചാരിക്കാം. ശരിക്കും ഇത് 65 വയസ്സിന് മുകളിലുള്ളവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എങ്കിലും 60 മുതൽ 79 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പ്രതിമാസം 200 രൂപയും, ഇനി 80 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 500 രൂപയും പെൻഷൻ കിട്ടും. അപ്പൊ ആ മുത്തശ്ശിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, മുത്തശ്ശനില്ല. മുത്തശ്ശന് ഇനി വേറെ കുറെ കാര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ കുടുംബം നടന്നു പോവായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ ഒരു 95 ആ കുടുംബത്തിലെ അച്ഛൻ മരണപ്പെടുന്നു. ഓർക്കാനുള്ള കഥയാണ് ടീച്ചർ പറയുന്നത്. അത് യൂസ്ഫുൾ ആവുണ്ടോ പറയണം കേട്ടോ നിങ്ങള്. അപ്പൊ ആ കുടുംബത്തിലെ അച്ഛൻ എന്ത് സംഭവിക്കുന്നു? മരണപ്പെടുന്നു. അപ്പൊ ആ കുടുംബത്തിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് അമ്മയാണ് അല്ലെ. അപ്പം അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ പറ്റില്ല. അപ്പൊ അമ്മയെ സഹായിക്കാനായിട്ടുള്ള പദ്ധതിയാണ്. അമ്മ തന്നെ ആവണമെന്നില്ല, തിരിച്ചെങ്ങനെ വേണമെങ്കിലും ആവാട്ടോ. അവർക്ക് 20,000 രൂപ ധനസഹായം നൽകും. അത് എന്താ, നമുക്കൊരു ആനുകൂല്യം കിട്ടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പദ്ധതിയുടെ പേര് ദേശീയ കുടുംബ ആനുകൂല്യ പദ്ധതി എന്നാണ്. ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? ഗ്രാമവികസന മന്ത്രാലയത്തിന്. ഇതൊക്കെ ഗ്രാമമായിട്ടല്ലേ ടീച്ചർ കഥ പറഞ്ഞതൊക്കെ ഗ്രാമമല്ലേ? അതെ. അപ്പൊ എല്ലാം ഗ്രാമവികസന മന്ത്രാലയമാണ്. ഓഗസ്റ്റ് 1995 ഇത് നടപ്പിലായത്. ഒന്നുകൂടെ പറയാം. ആദ്യം നമുക്ക് ഒരു ഗ്രാമം 1978 അല്ലെ, ഒരു ഗ്രാമമുണ്ട്. ഈ ഗ്രാമത്തില് എല്ലാവർക്കും ജോലി വേണം. അതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സംയോജിത ഗ്രാമീണ വികസന പദ്ധതി IRDP. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലി മാത്രം മതിയോ? പോരാ, നമുക്ക് താമസിക്കാൻ ഭവനം ആവശ്യമാണ് അല്ലെ. അതാണ് 1985 പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന. താമസിക്കാൻ നമുക്കൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ എന്തായി? 10 വർഷം ഓക്കെയായി ജീവിച്ചു. ഇനി നമ്മൾ ഒരു കുടുംബത്തിലേക്ക് പോവാണ്. ആ കുടുംബത്തിൽ ഒരു അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, മകളുണ്ട്. അവിടെ എന്താണ് മെയിൻ ആയിട്ട് ഏൺ ചെയ്യുന്നത്? അച്ഛനാണ്. 95 ആയപ്പം മുത്തശ്ശിക്ക് പെൻഷനായി, അതായത് ഏജ് ആയി, ഒരു 65 വയസ്സായി എന്ന് വിചാരിക്കാം. അപ്പൊ മുത്തശ്ശിക്ക് പെൻഷൻ കിട്ടി തുടങ്ങി. മുത്തശ്ശൻ അതിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തില്ല കേട്ടോ, മുത്തശ്ശിക്ക് മാത്രമാണ് കിട്ടിയത്. അതേ വർഷം തന്നെ അച്ഛൻ മരണപ്പെടുന്നു. അപ്പൊ അമ്മയ്ക്ക് സഹായം വേണ്ടേ? അതിനായിട്ടുള്ളതാണ് ദേശീയ കുടുംബ ആനുകൂല്യ പദ്ധതി. എന്നോടൊപ്പം പറഞ്ഞു നോക്കുക, കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? പഠിക്കാനായി പറ്റുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ പദ്ധതി വർഷം എത്ര പഠിക്കാൻ ശ്രമിച്ചാലും നടക്കൂല. 78 ജോലി, 85 വീട്, 10 വർഷം കഴിഞ്ഞു 95 പെൻഷൻ, 95 തന്നെ അച്ഛന്റെ മരണം. അടുത്തത് എന്താ? ജവഹർ ഗ്രാമ സമൃദ്ധി യോജന. 99 ഏപ്രിൽ 1 അതും ഗ്രാമത്തിൽ തന്നെയാണ്. റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഉൾപ്പെടുന്ന ഗ്രാമീണ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സുസ്ഥിരമായ കൂലി തൊഴിൽ നൽകുന്നതിന്. അതായത് ഇങ്ങനെ ഇതൊരു വീടിന്റെ കാര്യാ പറഞ്ഞത് അല്ലെ. ഇതുപോലെ തന്നെ എല്ലാ വീടുകളെയും എന്ത് ചെയ്യുക? ഗവൺമെന്റ് സംരക്ഷിക്കുക. അപ്പൊ ആ ഗ്രാമം മൊത്തം എന്ത് സംഭവിക്കും? 4 വർഷം കൊണ്ട് ഈ ഒരു പദ്ധതി ഒരു കുടുംബത്തില്, നമ്മളിപ്പോ ഒരു കുടുംബത്തിന്റെ കഥയല്ലേ പഠിച്ചത്, ആ കുടുംബത്തിന് മാത്രമല്ല മൊത്തം എല്ലാ കുടുംബത്തിലും, ആ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളിലും ഇത് നടപ്പിലാക്കി. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? സമൃദ്ധിയിലേക്ക് പോകൂലേ. എന്ത് സമൃദ്ധിയിലേക്ക് പോകും? ഗ്രാമം സമൃദ്ധിയിലേക്ക് പോകും. അപ്പൊ ആ ഗ്രാമം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ജവഹർ ഗ്രാം സമൃദ്ധി യോജന. ഏപ്രിൽ 1 1999 ഇത് വന്നിട്ടുള്ളത്. ആ ഗ്രാമത്തില് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും, ഫുഡ് ആയാലും അതുപോലെ റോഡായാലും സ്കൂൾ ആയാലും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ഫോർമേറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, മുത്തശ്ശൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ ഈ വീട്ടിലെ, അപ്പൊ മുത്തശ്ശൻ ഇനി എന്തെങ്കിലും പ്രോഗ്രാം വേണ്ടേ? മുത്തശ്ശനായിട്ടുള്ള പ്രോഗ്രാം ആണ് അന്നപൂർണ പ്രോഗ്രാം എന്ന് പറയുന്നത്. 1999-2000 ഗ്രാമവികസനം തന്നെയാണ്. ഇവിടെ എന്താ പറയുന്നത്, 10 കിലോ അരി സൗജന്യമായിട്ട് കൊടുക്കുക. മുത്തശ്ശിക്ക് കിട്ടൂല. മുത്തശ്ശി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മുത്തശ്ശിക്ക് കിട്ടില്ല. മറിച്ച് മുത്തശ്ശന് ഈ ഒരു ഓപ്ഷൻ കിട്ടും. മുത്തശ്ശൻ എന്ത് കിട്ടും? ഭക്ഷണം ലഭിക്കും. അങ്ങനെ ഭക്ഷണം ലഭിക്കുന്ന പ്രോഗ്രാമിനെയാണ് നമ്മള് അന്നപൂർണ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് കഥയിലേക്ക് പോകാം. ആദ്യം 1978 നമുക്ക് എന്തായി? ജോലി കിട്ടി അല്ലെ. അടുത്തത് 85 വീട് വെച്ച് കിട്ടി. അവിടുന്ന് ഒരു 10 വർഷം സുഖമായി ജീവിച്ചു. 95 എന്ത് സംഭവിച്ചു? 95 മുത്തശ്ശി പ്രായമായി, 65 മുകളിലായി എന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് പെൻഷൻ ഉണ്ട് അല്ലെ. മുത്തശ്ശി മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അടുത്തത് എന്താണ്? ഈ അതേ വർഷം തന്നെ അച്ഛൻ മരണപ്പെടുന്നു. അപ്പം ആ ഹെഡ് ഓഫ് ദ ഫാമിലി, അനദർ ഹെഡ് ഓഫ് ദ ഫാമിലിക്ക് ഇൻകം കിട്ടണം അല്ലെ. അവരെ സഹായിക്കാനായിട്ടുള്ളതാണ് ദേശീയ കുടുംബ ആനുകൂല്യ പദ്ധതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ കുടുംബത്തിനെയും, ആ ഗ്രാമത്തിലുള്ള എല്ലാ കുടുംബത്തിനെയും സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഗ്രാമം മൊത്തം വികസിക്കും. ആ പദ്ധതിയാണ് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഇപ്പോഴാണ് നമ്മളൊരു കാര്യം ഓർത്തത്. എന്ത്? മുത്തശ്ശന് പ്രായമായിരിക്കുക അല്ലെ, മുത്തശ്ശിയെ പോലെ തന്നെ. പക്ഷെ മുത്തശ്ശൻ ഈ പെൻഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മൾ കഥയാണ് പഠിക്കുന്നത്. ഓക്കെ, രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ മുത്തശ്ശനും വേണ്ടേ? മുത്തശ്ശനെ സഹായിക്കാനുള്ളതാണ് അന്നപൂർണ പദ്ധതി. ഈ മുത്തശ്ശനെ മാത്രം സഹായിക്കുന്നത് ശരിയാണോ? അല്ല അല്ലെ. അപ്പം 2000 എല്ലാരും എന്ത് പറഞ്ഞു? അത് ശരിയല്ല, മുത്തശ്ശനെ മാത്രം സഹായിക്കുക പറഞ്ഞാൽ ശരിയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ പദ്ധതിയാണ് ഫുഡ് ഫോർ വർക്ക്. അതും ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ്. കൂലി തൊഴിലിലൂടെ ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യ സാധനങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. എന്നിരുന്നാലും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മന്ദഗതിയിൽ തന്നെയാണ് അല്ലെ. അതിന്റെ ആ ഒരു 2000 ഈ പോളിസി തന്നെയാ പറയാണ്, FCIയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അത്രത്തോളം ഒന്നും ഇംപ്രിന്റിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം ഒന്നും സ്പെൽ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ പദ്ധതി തന്നെ പറയുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എന്ത് കിട്ടി? ഫുഡൊക്കെ കിട്ടി. അങ്ങനെ ഇനി 2 പ്രോഗ്രാംസും കൂടിയുണ്ട്. ഒന്നെന്താ? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. അതായത് നല്ല വേതനം പ്രൊവൈഡ് ചെയ്യുക, സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുക. ഇപ്പൊ ഭക്ഷണം കൊടുത്തു അല്ലെ, ഭക്ഷണം മാത്രം മതിയോ? പോരാ, ജീവിക്കാൻ നമുക്ക് കാശും ആവശ്യമാണ്. അപ്പൊ കാശൊക്കെ കിട്ടി, നമ്മൾ വെൽ സെറ്റിൽഡ് ആയി അല്ലെ. പക്ഷെ അപ്പോഴും ആ ഗ്രാമത്തിലുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ളവരുടെ പ്രശ്നം എന്താ വെച്ചാല് പെർമനന്റ് ആയിട്ട് ഒരു ജോലിയില്ല. എങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ 5 വർഷമൊക്കെ കഴിഞ്ഞപ്പം, 2000 കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോ അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് എന്താ ആവശ്യമാണ്? പെർമനന്റ് ആയിട്ട് ഒരു ജോലി ആവശ്യമാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പെർമനന്റ് ആയിട്ട് ജോലി സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. 2005 വന്നത്. മിനിമം 100 ദിവസത്തെയെങ്കിലും ജോലി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിന് കീഴിൽ ഒരു അപേക്ഷകന് 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ദിവസേനയുള്ള തൊഴിലില്ലായ്മ അലവൻസ് പോലും കൊടുക്കണമെന്ന. അതായത് മിനിമം 100 ദിവസത്തെ ജോലിയെങ്കിലും ഓരോ വ്യക്തിക്കും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് പറയുന്നത്. പഠിച്ചോ? 2005 വരെയുള്ള പോളിസി പഠിച്ചോ? ഒന്നുകൂടെ നോക്കാം. ആദ്യം 1900 ഒരു ഗ്രാമം, ലെറ്റ് ഇറ്റ് ബി പുഞ്ചിരി ഗ്രാമം. ഒരു പുഞ്ചിരി ഗ്രാമമാണെന്ന് വിചാരിക്കുക. ഗ്രാമത്തിന്റെ പേരാണ് പുഞ്ചിരി. അങ്ങോട്ടാണ് നമ്മൾ പോണത്. പുഞ്ചിരി പറഞ്ഞ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം. അവിടെ ഒരുപാട് യുവജനങ്ങളുണ്ട്. അവർക്ക് ജോലി വേണം. അവർക്കായി കൊണ്ടുവന്ന പദ്ധതിയാണ് 1978 IRDP പദ്ധതി. പുഞ്ചിരി ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വീടില്ല. വീട് വേണ്ടേ? വർഷം ഓർക്കണ്ട കേട്ടോ. വീട് വേണ്ടേ? 1985 പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ഗ്രാമീൺ ആവാസ് യോജന. ഇവർക്കൊക്കെ താമസിക്കാൻ വീട് വേണം അല്ലെ. വീടൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു വീട്ടിലേക്ക് നമുക്ക് പോയാലോ? ആ വീടിന്റെ ഉള്ളിൽ ഒരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, മകളുണ്ട്, മുത്തശ്ശിയുണ്ട്, മുത്തശ്ശനുണ്ട്. അവിടെ ഉള്ള മുത്തശ്ശിക്ക് 60 മീതെ പ്രായമുണ്ട്. മുത്തശ്ശി ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തവരാണ്. 10 വർഷം കഴിഞ്ഞിട്ടുള്ള കണ്ടീഷനാണ് പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് എന്ത് കിട്ടും? ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും അല്ലെ. മുത്തശ്ശൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല.
ആ വർഷം തന്നെ ആ ഒരു വീട്ടിലെ അച്ഛൻ മരിച്ചു പോകുന്നു. അമ്മയ്ക്ക് കൈത്താങ്ങാവണം അല്ലെ. 20,000 രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് ദേശീയ കുടുംബ ആനുകൂല്യ പദ്ധതി. ഇത് ഒരു കുടുംബത്തിന് മാത്രമുള്ളതല്ല, എല്ലാ കുടുംബത്തിനും ഉള്ളതാണ്. അങ്ങനെ 4 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ആ ഗ്രാമം സമൃദ്ധിയിലേക്ക് എത്തുന്നു. ജവഹർ ഗ്രാമ സമൃദ്ധി യോജന. അപ്പോഴാണ് മനസ്സിലാകുന്നത് മുത്തശ്ശൻ പെൻഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ മുത്തശ്ശനായുള്ള പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി. മുത്തശ്ശന് മാത്രം കൊടുത്താൽ മതിയോ? പോരാ, പിറ്റ് വർഷം ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഭക്ഷണം മാത്രം മതിയോ? അല്ല, നല്ല വേതനം വേണം. അതിനായുള്ള പദ്ധതിയാണ് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന എന്ന് പറയുന്നത്. 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പെർമനന്റ് ആയുള്ള ജോലി ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ആ പുഞ്ചിരി ഗ്രാമത്തിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാണ്? തൊഴിൽ സംഭാവന ചെയ്യുന്നു. അതിനായുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. 2005 അത് വരുന്നത്. പഠിച്ചോ? 1978 മുതൽ 2005 വരെയുള്ള പ്രോഗ്രാംസ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. നമുക്കൊരു ചോദ്യം പരിചയപ്പെട്ടാലോ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നഗര വികസനം, വ്യാവസായിക വികസനം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. എന്താണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമുക്കൊരു ട്രിക്ക് കൂടെ പഠിച്ചാലോ? പഠിക്കാം അല്ലെ. എന്താണ്? അതായത് ദ ലെങ്തിയസ്റ്റ് ട്രിക്ക്. എന്താണ് ലെങ്തിയസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ചോദ്യം തരുമ്പോൾ അതിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണോ അതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. വെയിറ്റ്, അങ്ങനെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കീവേഡ് ട്രിക്കും കൂടെ ഒന്ന് നോക്കിയേക്കണം. എന്താ കീവേഡ് ട്രിക്ക്? ചോദ്യവും ഉത്തരവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിരിക്കും. അതായത് നമുക്കിവിടെ ഗ്രാമീൺ, അപ്പൊ നമുക്കറിയാം അത് ഗ്രാമവുമായിട്ട് ബന്ധപ്പെടുന്നതാ. ഗ്രാമം എന്ന് പറയുന്ന വാക്ക് ഇവിടെ എവിടെയും വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത്. ഇനി 4 ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയത് ഏ തന്നെയല്ലേ? ബിയോണ്ട് ഡൗട്ട് നമുക്ക് പറയാം ഓപ്ഷൻ എ തന്നെയാണ് ശരിയായ ഉത്തരം. ഇങ്ങനെ കഥ പോലെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരു കഥ പോലെ പുഞ്ചിരി ഗ്രാമത്തെ മറക്കാതിരിക്കുക. എല്ലാവർക്കും വളരെ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.